ഇതൊരു വല്ലാത്തൊരു രംഗമാണ്. സ്വീകരിക്കപ്പെടുകയും ക്ഷണനേരം കൊണ്ട് തിരസ്കരിക്കപ്പെടുകയും ചെയ്തൊരു രാജാവാണ്. ഇത്രയും ആരവങ്ങളോടെ സ്വീകരിക്കപ്പെട്ടിട്ട് വരുന്ന ദിവസങ്ങളിൽ ആക്രോശങ്ങളാൽ തിരസ്കരിക്കപ്പെട്ടു പോയ ഒരു രാജാവ്. അവനെ ക്രൂശിക്കുക എന്ന് പറയുന്ന ദിവസങ്ങളിലേക്കാണ് ഇതിൻ്റെ പോക്ക്. എഗെയിൻ പാരഡോക്സ്. അങ്ങനെ വൈരുദ്ധ്യങ്ങളുടെ ഒരു രംഗമാണ് ഈ ഭാഗം. ഇവിടെ ഈ രംഗത്തിൽ എവിടെങ്കിലുമൊക്കെ ഒന്ന് സൂക്ഷ്മതയോടെ നോക്കിയാലുണ്ടല്ലോ, കുരിശിന്റെ നിഴല് കിടക്കുന്നത് കാണും. ചിലപ്പോൾ അങ്ങനെയാണ്, കുരിശ് അങ്ങോട്ട് മാറിയാണ്, പക്ഷേ അതിൻ്റെ നിഴല് ഇവിടെ വീണ് കിടപ്പുണ്ട്. ഈ ആരവങ്ങളുടെ, ഈ ആഘോഷങ്ങളുടെ നടുക്ക് കുരിശിന്റെ നിഴല് വീണ് കിടപ്പുണ്ട്. നമ്മുടെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങളില്ലേ? ചില വലിയ സന്തോഷങ്ങളുടെ, വലിയ ആരവങ്ങളുടെ ഒക്കെ മേൽ ഒരു കുരിശിന്റെ നിഴല് വീണ് കിടപ്പുണ്ടായിരുന്നു. ഇവിടെ അത്തരമൊരു നിഴലുണ്ട്. അവൻ രാജ്യത്തെ പുനഃസ്ഥാപിക്കുന്നു. അവന്റെ സിംഹാസനമാകട്ടെ കുരിശും. സിംഹാസനാരൂഢരായ രാജാക്കന്മാരെ കണ്ടു ശീലിച്ച ഒരു ജനതയുടെ മുമ്പിൽ കുരിശിനെ സിംഹാസനമാക്കി, മുള്ളിനെ കിരീടമാക്കി അവൻ കുരിശേറുകയാണ്, സ്ലീവായേറുകയാണ്.